മറ്റൊന്നിനി നമ്മുടെ മറ്റൊരു വാർത്താ താരം തരൂരാണ്. തരൂർ കുറച്ച് നാളുകളായി തുടങ്ങി. നമ്മൾ ഇന്നലെയും തരൂരിനെ കുറിച്ച് പറഞ്ഞു, പക്ഷേ പറയാതെ പോകാൻ നിർവാഹമില്ല. മാതൃഭൂമി അത് വളരെ വിശദമായി ഒരുപക്ഷെ 7-ാം പേജിൽ നൽകിയിട്ടുണ്ടോ എന്ന് വേണം കാണാൻ. ലണ്ടനിൽ പോയി മോദിയെ പുകഴ്ത്തി വാർത്ത എഴുതി. കഴിഞ്ഞ ദിവസം പ്രൊജക്ട് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ ഓൺലൈൻ മാധ്യമത്തിൽ അടിയന്തരാവസ്ഥ വിമർശിച്ച് ലേഖനം എഴുതുന്നു. അത് കഴിഞ്ഞ് അത് മലയാളം ദീപിക ദിനപത്രത്തിൽ അത് പ്രസിദ്ധീകരിക്കുന്നു എഡിറ്റോറിയൽ പേജിൽ. ഇപ്പോൾ ലണ്ടനിൽ പോയി കൂടി മോദിയെ പുകഴ്ത്തുകയാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നു, ലണ്ടനിൽ പോയി മോദിയെ പുകഴ്ത്തുന്നു. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. BJP സർക്കാരിന് കീഴിൽ ശക്തമായ ദേശീയത എന്നാണ് തരൂർ പറയുന്നത്. ഓരോ ദിവസവും തരൂർ എന്തെങ്കിലുമായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ആഴ്ചയിൽ 1 എന്ന രൂപത്തിലായിരുന്നു. ഇപ്പോൾ ദിവസവും തരൂരിൻ്റെ ഭാഗത്തുനിന്ന് നിറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ എന്നാണ് പറയുന്നത്. അത് എന്ന് പറയുന്നത് സണ്ണി ജോസഫാണ്. ആ കാര്യം കൂടി പറയുന്നുണ്ട് മാതൃഭൂമി. ഒരുപക്ഷെ കുറച്ചും കൂടി വിശദമായി അറിയേണ്ടത് വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയലിനെ കുറിച്ചാണ്. വീക്ഷണത്തിൻ്റെ എഡിറ്റോറിയൽ വളരെ രസകരമാണ്. തരൂരിനെ അനുകൂലിച്ചല്ല, കാരണം തരൂരിനെ അനുകൂലിക്കേണ്ട പത്രമാണ് വീക്ഷണം. പക്ഷേ തരൂരിനെ അനുകൂലിക്കാൻ പറ്റിയ അന്തരീക്ഷമല്ല ഇപ്പോൾ വീക്ഷണത്തിനുള്ളത്. ട്രംപിന് മുന്നിൽ കവാത്ത് മറക്കുന്ന ഇന്ത്യൻ നയതന്ത്രം എന്നാണ് ഹെഡിങ്. പക്ഷേ ആ ഹെഡിങ്ങിൽ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം എഴുതിയ ആ ലേഖനത്തിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള തരൂരിൻ്റെ വാഴ്ത്തുപാട്ട് തരൂരിൻ്റെ തരംമാറ്റവും അവസരവാദവും പ്രകടിപ്പിക്കുന്നതാണ്. തരൂരിനെ അവഗണിക്കാമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോഴും തരൂരിനെ വിമർശിക്കാൻ വീക്ഷണം ഒട്ടും മടി കാണിക്കുന്നില്ല എന്നാണ് ഈ ലേഖനം കൊണ്ട് മനസ്സിലാക്കുന്നത്. എന്തായാലും തരൂർ കുടുങ്ങുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിൽ മംഗളം ദിനപത്രമാണ് ഇന്ന് അക്കാര്യം 1-ാം പേജിൽ പ്രധാന വാർത്തയാക്കിയിട്ടുള്ളത്. മറ്റു പത്രങ്ങളൊക്കെ ഉൾപേജിലാണ്, ഇപ്പോൾ വീക്ഷണം പോലും ഉൾപേജിലാണത്. മംഗളം ദിനപത്രത്തിൻ്റെ പ്രധാന വാർത്ത, ഈ ബഹളങ്ങൾക്കിടയിലും പ്രധാന വാർത്ത അതാണ്. തരൂരിനെതിരെ അച്ചടക്ക നടപടിക്ക് സമ്മർദ്ദം, നിലയ്ക്ക് നിർത്തണം, ഹൈക്കമാൻഡിനെ സമീപിച്ച നേതാക്കൾ. അത് മംഗളം ദിനപത്രം 1-ാം പേജിൽ പ്രധാന വാർത്തയാക്കിയിട്ടുണ്ട്. അപ്പോൾ തരൂരിനെ ഉറപ്പായും നിലയ്ക്ക് നിർത്തേണ്ടി വരുമെന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം കാണാൻ.